ആഹാ, എന്താ ചന്ദ്രേശി ഇത്? ഞാൻ അമ്പലത്തിൽ പോകുമ്പോ തലച്ചുറ്റിലാണെന്ന് പറഞ്ഞ് കടന്നിരുന്ന ആളല്ലേ? വയ്യാത്തപ്പോ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോന്നേ? മാറിയെന്നാ ഞാൻ ഇളക്കിക്കൊള്ളാം. സാരമില്ല ശ്രീദേവി, ഇപ്പൊ കഴിയും. ഇതൊക്കെ മായുടെ പണികളല്ലേ? അമ്മ എടുത്തിട്ട് തന്ന് ഇനി മുതൽ ഇതും കൂടെ ഞാൻ തന്നെ നനയ്ക്കണമെന്ന് പറഞ്ഞു. ഓഹോ, അത് കൊള്ളാം. തള്ളേത് പറയാനും മരുമോൾ അനുസരിക്കാനും. ചേച്ചി ആരായി വീട്ടിലെ? ഞാൻ ചേച്ചിയെ കുറ്റപ്പെടുത്തുള്ളൂ, വേറെ ആരെയും പറയില്ല. മായയ്ക്ക് സംസാരിക്കാനല്ലേ കുഴപ്പമുള്ളൂ, കൈക്കും കാലിലും കുഴപ്പമൊന്നുമില്ലോ. എവിടെയുള്ളു മായേ? പരീക്ഷയ്ക്ക് പഠിക്കുക? ഒന്നിറങ്ങി ഒരു ഒപ്പ് വിട്ടേക്കാം. ശ്രീദേവി വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട. അച്ഛനകത്തുണ്ട്. ചന്ദ്രേച്ചൊരു കാര്യം ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ശരി ശരി, ഇങ്ങോട്ട് മാറിയുന്നു. ഇങ്ങോട്ടേക്ക്. നീ ആരാന്നാ നിന്റെ വിചാരം? വലിയ തമ്പുരാട്ടിയാണെന്നുള്ള ഭാവം ഉണ്ടെങ്കിലേ അത് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി, ഇവിടെ ചെലവാകത്തില്ല. ഇതാരാന്നറിയാവോ നിനക്ക്? ഈ വീട്ടിലെ മൂത്ത മരുമോളാ, നിന്റെ അമ്മയുടെ സ്ഥാനവാ. നീ ഉടുത്തുന്നറിയ വിഴുപ്പലകല്ല അവരുടെ ജോലി. നിനക്ക് ബാല്യക്കാരൊന്നുമില്ല ഇവിടെ. അങ്ങോട്ട് മാറിയുന്ന തുണി വെച്ചേ. നനയ്ക്ക്. നീ നനച്ചാലും തുണിയുടെ അഴുക്ക് പോവും കേട്ടോ. നനയ്ക്ക്, നനച്ച് പഠിക്ക്. പാചകം ചേച്ചി. അയ്യോ എന്റെ ദൈവമേ, മായക്കുട്ടി, ഞാൻ എന്തായി കാണുന്നത്? എന്താ മോളെ ഇത്? വന്നേ ഇങ്ങോട്ട്. ഇതിനാണോ കഴുത്ത് നിറച്ച് പൊന്നോട്ട് മോടെ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? വരൂ വരൂ. കഴുത്തിലെ പണ്ടവും പൊന്നൊന്നും തുണി നനയ്ക്കുന്നോണ്ട് ഉരുവത്തില്ല. മായ പറഞ്ഞനുസരിക്ക്. അവളെന്നൊക്കെ പറയും. മോൾ ഇങ്ങോട്ട് വരുന്നേ. മായെ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിനക്കും കിട്ടും, വേറെ ചിലർക്കും കിട്ടും. ജയദേവാ, മോനെ ജയദേവാ. ജയദേവൻ വരട്ടെ, നീ നനയ്ക്ക്. ഇങ്ങോട്ട് വരാൻ. ജയദേവാ, മോനെ ജയദേവാ, നീ ഇതൊന്നും കാണുന്നില്ലേ? അവളെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്താനാണോ നീ കെട്ടിക്കൊണ്ടുവന്നത്? എന്താണെന്നോ? ആ ഭദ്രകാലയിൽ എല്ലാം കൂടെ ചേർന്ന് ഈ വീട്ടിലുള്ള വിഴുപ്പ് മുഴുവനും അവളെ കൊണ്ട് അലക്കിക്കുക. നീ അവിടെ ഭർത്താവല്ലേ? ഒന്ന് പോയി ചോദിക്കടാ. അത്രക്കായോ? അത് തന്നെ, പോയി ചോദിക്ക്. പാവം. കണ്ടോ കണ്ടോ? നിർത്ത്. നിന്നോടാണ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? അവളെ വിളിച്ചു ചോദിക്കാം, അവളെ വിളിക്കാം. എന്റെ ഭാര്യയെ കൊണ്ട് വിഴുപ്പലക്കി ആർക്കാത്ര ധൈര്യം? ചോണം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ. തൊലച്ചോളാം എല്ലാത്തിനെയും. നിർത്തറ. ആരെയാ നീ വെല്ലു വിളിക്കുന്നേ? പിന്നമെടുക്ക് നിന്റെ പെണ്ണിനോട് മതി. ഞങ്ങളുടെ മെക്കിട്ടേറാൻ വന്നാലേ വായി പല്ല് കാണത്തില്ല. അത് ആരായാലും ശരി. ഞാൻ തന്നെ അവളോട് തുണി നനയ്ക്കാൻ പറഞ്ഞത്. എന്ത് ചെയ്യും നീ? നിന്റെ ഭാര്യയുടെ വീഴ്പ്പ് അവൾ ഇളക്കാതെ പറഞ്ഞ് ഞങ്ങൾ ഇളക്കി കൊടുക്കണോടാ? അതെ, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഇവൾക്കില്ല. നിങ്ങളെപ്പോലെ പിച്ചക്കാരിയല്ല ഇവള്. എന്റെ ഭാര്യ അവളുടെ ഇഷ്ടത്തിനൊത്തൂടെ ജീവിക്കും. സഹിക്കാൻ പറ്റാത്തവരെ ഇറങ്ങി പോണ ഇവിടുന്ന്. എങ്ങോട്ടാണ് ഇറങ്ങി പോണ്ടത്? പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിക്കൊണ്ടിരുന്ന കാശിന് 4 നേരം വെട്ടി വിഴുങ്ങിച്ചു വീമ്പളക്കുന്നു. ഇവൻ ഈ ഊതി പെരുപ്പിച്ച് വെച്ചിരിക്കുന്ന തടിയെ അതുപോലെ ഞങ്ങളുടെ ചോറ. അറിയാമോ നിനക്ക്? ഇടം മെയ്യണെങ്കിൽ 4 കാശ് ഉണ്ടാക്കിച്ച് വന്നിട്ട് ഈ വാചകമൊക്കെ അടിക്കറ. മതിയാക്കില്ലെങ്കിൽ എന്തോ നീ? ആരോടാ നീ കൈകൊണ്ട് സംസാരിക്കുന്നത്? നിനക്ക് ഇങ്ങനെ പേരല്ലേ? നിന്നൊക്കെ ഇളവല്ലവൻ. കേട്ടില്ലേ അവൻ പറഞ്ഞത്? ഞങ്ങളോട് ഇറങ്ങിപ്പോവാൻ. പറഞ്ഞു. എനിക്കൂടെ ആവശ്യപ്പെട്ട് വിടാറുണ്ട്. നിന്നോട് നിർത്താനല്ലേ പറഞ്ഞത്? എടുത്തിനാണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്?